പ്രായമായാൽ വിശ്രമമെന്ന് കരുതുന്നവർ അകത്തളങ്ങളിൽ ഒതുങ്ങുമ്പോൾ കായിക ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച് മുന്നേറുകയാണ് തൃശൂർ സ്വദേശിയായ CDLC. പോലീസ് ഇൻസ്പെക്ടറായി വിരമിച്ച LC പ്രായം 75 പിന്നിടുമ്പോഴും മാസ്റ്റേഴ്സ് മീറ്റിലെ കായിക ഇനങ്ങളിൽ സ്വർണവും വെള്ളിയും അടക്കം നിരവധി നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. പ്രായത്തിന്റെ അതിരുകളില്ലാത്ത അവസരമാണ് ഈ വനിതാ ദിനത്തിൽ LCയുടെ നാം കാണേണ്ടത്. ദിവസേന രാവിലെ 6 മണി മുതൽ മുടങ്ങാതെയുള്ള പരിശീലനമാണ് 75-ാം വയസ്സിലും LCയുടെ ആരോഗ്യ രഹസ്യം. ചെറുപ്പം മുതൽ കായിക രംഗത്ത് സജീവമായിരുന്ന LC പഠനശേഷം 1970-ൽ പോലീസിൽ കോൺസ്റ്റബിളായി പ്രവേശിച്ചു. ജോലിക്കിടെ കേരള പോലീസിനായി നിരവധി കായിക നേട്ടങ്ങൾ സ്വന്തമാക്കിയ LC പിന്നീട് 2000-ൽ ഇൻസ്പെക്ടർ റാങ്കിലാണ് വിരമിച്ചത്. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം LC തന്റെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചത് മുഴുവൻ ട്രാക്കിൽ തന്നെയായിരുന്നു. ശേഷം ഞാൻ സ്പോർട്സിന് സജീവ പ്രവർത്തനമാണ്. ദിവസം രാവിലെ ഇവിടെ വരും, ടോപ്പി സ്റ്റേഡിയത്തിലും പോകും. ഇവിടെയാണ് അധികം വരിക. ഇവിടെ ആകുമ്പോൾ സ്കൂൾ പിള്ളേരെ കോച്ചൊക്കെ നടത്തുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ തന്നെത്താൻ തന്നെ കോച്ചൊന്നും ഇല്ലാണ്ട് തന്നെത്താൻ അവർ നോക്കി നിൽക്കും എൻ്റെ ഓട്ടം കണ്ടിട്ട്. എന്താ വെച്ചാൽ ഇത്രയും പെൻഷനായിട്ടും നമ്മൾ ഇത്രയല്ല. ഇപ്പം ഞാൻ ഫിലിപ്പീൻസിൽ ഓടിപ്പോയതെന്ന് പറയാം 24 സെക്കൻഡ് കൊണ്ടാണ്. ഇന്ത്യക്ക് പുറമെ തായ്ലൻഡ്, മലേഷ്യ, ജപ്പാൻ, സിംഗപ്പൂർ, ബ്രസീൽ തുടങ്ങി വിവിധ ലോകരാജ്യങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റുകളിൽ LC മെഡലുകൾ നേടി. തളരാത്ത മനസ്സും ശാരീരിക ക്ഷമതയുമുണ്ടെങ്കിലും വിദേശങ്ങളിലടക്കം നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാരിച്ച ചിലവാണ് LCയെ വലയ്ക്കുന്നത്. ബ്രസീലിൽ പോയി, ഫ്രാൻസിൽ പോയി ഞങ്ങൾ അരി വെച്ച് കഴിക്കുക. കുറച്ച് നാൾ നമ്മൾ വെച്ച് നോക്കിയ അപ്പം നമ്മുടെ പോക്കറ്റൊക്കെ പോകും. എന്നിട്ട് എത്ര $16 കൊടുക്കണേ. അവിടെ ചോറിന് നമ്മൾ തൂക്കം നോക്കിയിട്ടാണ് ബ്രസീലിൽ 16 ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചോറും കറിയും കിട്ടും. ഫ്രാൻസിൽ അങ്ങനെയല്ല, ചോറ് മാത്രമേ കിട്ടുള്ളൂ. $8 കൊടുത്താൽ നമുക്ക് ഒരു കുറച്ച് ചോറ്, പിന്നെ കറിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു 8 ദിവസം കഴിയുമ്പോഴേക്കും 10-20 ദിവസം അവിടെ നിന്നുണ്ടാകുമ്പോൾ നമുക്ക് $ഉം കഴിയും, എല്ലതും കഴിയും. നമ്മൾ ചിലപ്പോൾ പണയം വെച്ചിട്ട് വരും. മറ്റു രാജ്യങ്ങളിൽ മത്സരങ്ങൾക്കായി പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല. പ്രായം തളർത്താത്ത മനസ്സും ശരീരവുമായി ട്രാക്കിലിറങ്ങുന്ന LCക്ക് കാണികളുടെ കരഘോഷങ്ങളാണ് എന്നും ഊർജമാകുന്നത്. സമൂഹം കൽപ്പിച്ചു നൽകിയതും സ്വയം തീർത്തതുമായ അതിരുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്കും ഈ സമൂഹത്തിനാകെയും മാതൃകയാകുന്നതാണ് LCയുടെ ജീവിതം. ജനം, തൃശൂർ.